അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, സംഘടനാ നേതാക്കൾ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അവർ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിലുള്ള വാതിൽ അവരുടെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അളമ അലൈഹിം ഖാമൂ വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. സത്യവിശ്വാസികളെ സംബന്ധിച്ചും സത്യനിഷേധികളെ സംബന്ധിച്ചുമുള്ള വിശദീകരണമാണ് അള്ളാഹു നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികൾ അള്ളാഹു കൽപ്പിക്കുന്നതനുസരിച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിന് തുടർച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി, അത് അഥവാ മിന്നൽ, ആ മിന്നെറിയുമ്പോൾ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും. മിന്നലിന്റെ പ്രകാശം കിട്ടുമ്പോൾ അതിൽ അവർ നടന്നു പോകും. വഇദാ അളമ അലൈഹിം ഖാമൂ, ആ വെളിച്ചം നിന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യും. വെളിച്ചമില്ല, ഇരുട്ടാകുന്ന സമയത്ത് അവർക്ക് നടക്കാൻ കഴിയാതെ അവർ നിന്നു പോവുകയും ചെയ്യും. വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവി, വഅബ്സാരിഹിം അവരുടെ കാഴ്ച, ഇതൊക്കെയും നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും തീർച്ചയായും കഴിവുള്ളവനാണ്. അപ്പോ വഴികേടിത്തരത്തിൽ എവർ നടക്കുമ്പോൾ അള്ളാഹു എവിടെ കാഴ്ചശക്തിയും കേൾവി ശക്തിയൊക്കെ നശിപ്പിച്ചു കളയാൻ കഴിവില്ലാത്തവനാണോ? അല്ല, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇവർ മിന്നെറിയുന്ന സമയത്ത് ആ പ്രകാശം കണ്ട് ഇവരെന്ത് ചെയ്യും? അതിലേക്ക് നടക്കും. അങ്ങനെ ആ പ്രകാശത്തിൽ കൂടി നടന്നു പോവുകയും ഇരുൾ ഉണ്ടാകുന്ന സമയം അവർ നിൽക്കുകയും ചെയ്യും. സത്യവിശ്വാസത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാം, അവർക്കറിയാം. അതിൽ അവർ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് പോകും. പക്ഷെ പ്രകാശം നിന്നു പോകുന്ന സമയത്ത് അവർ വീണ്ടും ഇരുളിലേക്ക് പോവുകയും ചെയ്യും. അവരെന്ത് ചെയ്യും? ഖുർആനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ തെളിവുകൾ എല്ലാം അവരുടെ ഹൃദയങ്ങളിൽ വരും. പക്ഷേ അവരെന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ളുൽമിലേക്ക്, ഇരുളിലേക്ക് തന്നെ അവർ പോകും. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. വലൗ ശാഅ ലദഹബ ബിസംഇഹിം അയ അസ്മാഇഹിം വഅബ്സാരിഹിം അല്ലാഹിറത കമാ ദഹബ ബിൽ ബാത്തിന. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചയും കേൾവിയൊക്കെ പോക്കിക്കളയുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതിനൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് കാര്യവും ചെയ്യുന്നതിന് കഴിവുള്ളവനാണ് അല്ലാഹു തആല എന്നുള്ള കാര്യം സർവരും മനസ്സിലാക്കിക്കൊള്ളട്ടെ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യവർഗമേ. മനുഷ്യരെ ഒന്നാട്ട് വിളിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, ഐ അഹ്ലു മക്ക. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കക്കാരെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിലും ആ വിളി ഇന്ന് ജനിച്ചിരിക്കുന്ന, ഇനി ജനിക്കാനുള്ള സർവർക്കും അത് ബാധകമാണ്. ഏ ജനങ്ങളെ, ഉഅ്ബുദു വഹിദു റബ്ബക്കും, നിങ്ങൾ റബ്ബിന്റെ ഏകത്വത്തിൽ നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് വളർത്തി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നവൻ ആ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിങ്ങൾ അംഗീകരിക്കുക. ഉഅ്ബുദു വഹിദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൻശഅക്കും വലം തകൂനൂ ഷൈഅ, നിങ്ങൾ ഒരു വസ്തുവും അല്ലാതിരുന്ന നിലയിൽ നിന്ന് നിങ്ങളെ അവൻ മനുഷ്യ കോലം നൽകി നിങ്ങളെ അവൻ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യനായിട്ട്. മാതാപിതാക്കളുടെ ബന്ധം ബീജസങ്കലനം മുഖേന നിങ്ങൾക്ക് അവൻ ജനിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ബീജത്തുള്ളികൾ രക്തത്തുള്ളികളായി, രക്തത്തുള്ളികളെ എല്ലാം മാംസകഷണങ്ങളുമാക്കി, അതിനുശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി മനുഷ്യ കോലത്തിലാക്കി പൂർണ്ണ വളർച്ചയെത്തി നിങ്ങളവൻ പ്രസവിപ്പിച്ചു, നിങ്ങളൊരു കുട്ടിയാക്കി വളർത്തി. അപ്പോ നിങ്ങളെ ഖലഖക്കും അൻശഅക്കും വലം തകൂനൂ ഷൈഅ, നിങ്ങൾ ഒന്നുമേ അല്ലാതിരുന്ന സ്ഥിതിയിൽ നിന്ന് നിങ്ങളവൻ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തി. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, എങ്ങനെയുള്ളവനാണ് സൃഷ്ടാവ്? നിങ്ങളെ ഭൂമിയെ അവൻ മെത്തയാക്കി തന്നു. നിങ്ങൾക്ക് ഇതേ സഞ്ചരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ, എന്തും ചെയ്യുവാൻ, കൃഷി ചെയ്യുവാൻ, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഭൂമിയെ അവൻ ഫിറാശാക്കി തന്നു, വിരിപ്പാക്കി തന്നു, മെത്തയാക്കി തന്നു. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ അവൻ മട്ടാക്കി തന്നു. തടഞ്ഞു നിർത്തുന്ന ബുദ്ധിമുട്ടുകൾ വന്ന് നമ്മുടെ മേലെ പതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അവൻ ചെയ്തു തന്നിരിക്കുന്നു, സഖഫാക്കി തന്നിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്നും അവൻ മഴ വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നിട്ടോ ഫഅഖ്റജ ബിഹി മിൻ അൻവാഇ സമറാത്തി, വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളെ ആ മഴ വർഷിച്ച വെള്ളത്തിൽ നിന്നും അത് വളർത്തി, അത് കിളിർപ്പിച്ചു, വലുതാക്കി, പൂക്കൾ വന്നു, അതിനുശേഷം കായ്കൾ വന്നു. വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളെ അവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, അതുകൊണ്ട് അള്ളാഹുവിന് ശുറക്കാഅഹു ഫിൽ ഇബാദ, ആരാധനാ കർമ്മങ്ങളിൽ അവനെ നിങ്ങൾ പങ്കുകാരാക്കരുത്. വേറെ പങ്കുകാരുള്ളതായി നിങ്ങൾ പറയരുത്, ചെയ്യരുത്. വഅന്തും തഅലമൂൻ, നിങ്ങൾ അറിയും അന്നഹുൽ ഖാലിഖു, അവൻ സൃഷ്ടാവാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഈ സൃഷ്ടാവ് തന്നെയാണ്. മറ്റാരും തന്നെ നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ആയ മറ്റൊരു കർമ്മവും ചെയ്യുകയില്ല. എല്ലാം ചെയ്യുന്നത് ഈ സൃഷ്ടാവാണ്. നിങ്ങൾ മറ്റൊരു ശക്തിയെയും ഒരു വസ്തുവിനെയും അവനോട് നിങ്ങൾ പങ്കു ചേർക്കുകയും ചെയ്യരുത്. അപ്പോ ഇലാഹ്, ഏക ഇലാഹായ റബ്ബ് ആണ് നിങ്ങൾക്ക് ഈ വക സംരക്ഷണങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി തരുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ വേറെ ഒരു വസ്തുവിനെയും, നിങ്ങൾക്ക് യാതൊരു സഹായവും ചെയ്യാൻ കഴിവില്ലാത്ത വസ്തുക്കളെ ഒന്നിനെ പോലും അവനോടൊപ്പം നിങ്ങൾ പങ്കു ചേർക്കരുത്. അത് തെറ്റാണ്, വിശ്വാസപരമായ പിഴവാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭൂപ്രദേശത്ത് ആവശ്യമായ വെള്ളങ്ങൾ വർഷിപ്പിക്കുന്നു. മഴ പെയ്ത് ആവശ്യമായ വെള്ളങ്ങളായി ആ രാജ്യത്ത്, ആ നാട്ടിൽ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ എല്ലാവിധമായിരിക്കുന്ന സംവിധാനങ്ങളും അവൻ നമുക്ക് ഒരുക്കി തരുന്നു, അല്ലേ? അപ്പോൾ മഴയില്ലാതെ കഷ്ടപ്പെടുന്ന രാജ്യങ്ങളിൽ, നാടുകളിൽ നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രൂപങ്ങൾ വരുന്നു. കൃഷി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദാരിദ്ര്യം പിടിപെടുന്നു. ഭക്ഷണം കഴിക്കാൻ മനുഷ്യർക്ക് മാത്രമല്ല, സർവ്വജീവജാലങ്ങൾക്കും ഇഴജന്തുക്കൾക്കും നാൽക്കാലി മൃഗങ്ങൾക്ക് പോലും
മഴയില്ലാത്തതിനാൽ തരിശു ഭൂമിയായി കിടന്നാൽ അവർക്കും ഭക്ഷണം കഴിക്കുന്നതിന് ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടായിത്തീരുന്ന രംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായ മഴ വർഷിപ്പിച്ചു തന്ന് നമ്മൾ വിവിധങ്ങളായ കൃഷികൾ ചെയ്ത് ആ കൃഷിയെ വളർത്തി വലുതാക്കി ധാന്യങ്ങളാക്കി അതെടുത്ത് നമ്മൾ സൂക്ഷിക്കുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നു. ഓരോ സമയങ്ങളിലും പഴവർഗ്ഗങ്ങൾ നമ്മൾക്ക് നൽകുന്നു. ഓരോ പഴവർഗ്ഗങ്ങൾക്കും വ്യത്യസ്തമായ രുചികൾ അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് അത് വരുന്ന സമയമനുസരിച്ച് നമ്മൾക്ക് വ്യത്യസ്തങ്ങളായ പഴങ്ങളെ അള്ളാഹു നൽകുന്നു, ധാന്യങ്ങൾ നൽകുന്നു. എന്ന് വേണ്ട നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന എല്ലാ വസ്തുവകകളെയും നൽകുന്നവൻ ഏക ഇലാഹായ റബ്ബാണ് എന്ന വിശ്വാസം നമ്മൾ ഓരോരുത്തരും വെച്ചു പുലർത്തുകയും അവനെ പങ്കു ചേർക്കുന്നതിൽ മറ്റു വസ്തുക്കളെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും വേണം. അത് നമ്മളുടെ വിശ്വാസത്തെ ദൃഢമാക്കുന്നതിൽ ഉപഭോക്തമാകുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസിയെപ്പോലെ ഭാവിക്കുമിജ്ഞനം സത്യവിശ്വാസികൾ കൂടും സഭാതലേ. അന്ധവിശ്വാസിയോടെ ഓരോരും മഹാപാപി ബന്ധം നമിക്കുന്നു നിങ്ങളോടല്ലയോ. ഇസ്ലാം മതത്തെ പരിഹസിച്ചിടുവാൻ വിശ്വാസി നാമെന്നു ചൊല്ലുന്ന സത്യമായി ദൈവം പരിഹസിച്ചിടുമിക്കൂട്ടരെ അന്ധമായി പായുവാൻ വിട്ടിടും ഭൂമിയിൽ. ധർമ്മം വ്യയം ചെയ്ത ധർമ്മം വരിക്കുമി ദുർമാർഗചാരികൾ ചെയ്യുന്നു പാതകം. നേട്ടം വരിച്ചെന്നു കോശിപ്പതാകിലും കോട്ടം വരിക്കുന്നു സർവവും നഷ്ടമാം. അന്തരായി കാലം കഴിച്ചോരു മർത്യരിൽ സന്മാർഗബോധം തഴച്ചില്ലൊരിക്കലും. ദിവ്യവിജ്ഞാനം പരത്തും ഖുർആനിനെ തത്വങ്ങളെല്ലാം ത്യജിക്കുന്നൊരു ജ്ഞനം. ദീപം പൊലിഞ്ഞോരു പന്തം വഹിച്ചിടും ദോഷരെന്നുൾക്കാമ്പിൽ ബോധിക്ക കൂട്ടരെ. അന്ധതാ മിശ്രമാം രാവിലിപ്പാപികൾ സംതപ്തരായി കഴിച്ചിടും ജീവിതം. തത്വം ഗ്രഹിക്കില്ല കാണുകിൽ ഒട്ടുമേ സത്യം ശ്രവിക്കുവാൻ വാഞ്ചയും നാസിയാം. നിന്ദ്യമാം മാർഗം ത്യജിക്കില്ലൊരിക്കലും സത്യവിശ്വാസം വരിക്കില്ല ഭാവികൾ. പേമാരി ചെയ്യുന്ന രാത്രിയിൽ താന്തരായി പോകുന്ന പാന്തരെ പോലെയാണിജ്ഞനം. ആകാശവീതിയിൽ പായുന്നു കൊള്ളിമീൻ മേഘനിർഘോഷങ്ങൾ കേൾക്കാം തുടർച്ചയായി. അങ്കുലീയാഗ്രങ്ങൾ കൊണ്ടുടൻ ഭദ്രമായി മൂടുന്നു ശ്രോത്രങ്ങൾ കണ്ടുമീ പാപികൾ. ശ്രോത്രങ്ങൾ മൂടുകിൽ ക്ഷോഭം ശമിക്കുമോ പോഷത്വമല്ലാതെ കാട്ടുകില്ലീ ജനം. സത്യം നിരാകരിച്ചോർകൾക്കു ചുറ്റുമായി സത്യസ്വരൂപൻ ചമയ്ക്കും കടമ്പകൾ.